ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമയാണ് ബേസിൽ ജോസഫ് നായകനായി ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ് എന്ന സിനിമ. ആക്ഷേപഹാസ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ഗ്രാമത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ ഒരു സീരിയൽ കില്ലറുടെ കഥ കൂടി പറയുന്നതാണ് മരണമാസ്. ആദ്യ പകുതി വളരെ രസകരമായിട്ടാണ് പോകുന്നത്, കുറച്ചൊക്കെ ചിരിക്കാനുണ്ട് താനും. മത അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള കാട്ടിക്കുട്ടലുകളും ഒക്കെ കണക്കിന് ട്രോളുന്നുമുണ്ട് സിനിമ. രണ്ടാം പകുതി വലിച്ചിഴച്ച് മടുപ്പിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എന്നാലും ഒരു സാധുവായ മനുഷ്യൻ എങ്ങനെ ഒരു വലിയ സീരിയൽ കില്ലറായി മാറുന്നു എന്നത് തിരിച്ചറിയുന്നതിന് വേണ്ടി സിനിമയുടെ അവസാനം വരെ കാത്തിരിക്കണം എന്നതുകൂടിയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മോശം പറയരുതല്ലോ, സംവിധായകൻ എന്ന നിലയിൽ ശിവപ്രസാദിന്റെ ആദ്യ സംരംഭം ഒട്ടും പാളിയിട്ടില്ല. സിനിമയുടെ ടെക്നിക്കൽ വശമെടുത്താൽ എല്ലാം ഓക്കെയാണ്. നടൻ സിജു സണ്ണിയാണ് സിനിമയുടെ കഥയും തിരക്കഥയുടെ പങ്കാളിയും. ഒരു ത്രില്ലർ പാക്കഡ് കോമഡി ഒക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. തൻ്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെയാണ് ബേസിൽ ജോസഫിൻ്റെ പോക്ക്. എന്നാൽ മലയാളത്തിൻ്റെ കൺവിൻസിങ് സ്റ്റാറായ സുരേഷ് കൃഷ്ണയുടെ ബസ് ഡ്രൈവറും രാജേഷ് നാരായണൻ്റെ സീരിയൽ കില്ലറും ഞരമ്പ് രോഗിയായ അച്ഛനുമൊക്കെയാണ് സിനിമയെ എൻഗേജിംഗ് ആക്കി നിലനിർത്തുന്നത്. നടനെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം കൂടിയാണ് ബേസിൽ ജോസഫ്. പക്ഷേ തുടർച്ചയായി ഒരേ ടൈപ്പിലുള്ള വേഷങ്ങൾ തന്നെ സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിനും മലയാള സിനിമയ്ക്ക് ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്താതെ ഈ അവധിക്കാലത്ത് ഇത്തിരി ചിരിക്കാനൊക്കെ ആയിട്ട് ഒരു സിനിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മരണമാസ് കാണാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് മറ്റു ചിത്രമായി നമുക്ക് വീണ്ടും കാണാം.